Hello guys, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കോണമി പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് മൊഡ്യൂൾ 4 സബ്സ്റ്റാൻഷ്യൽ അക്വസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ റെഗുലേഷൻസ് ആണ്. അവിടെ സബ്സ്റ്റാൻഷ്യൽ അക്വസിഷന് പകരം സസ്റ്റൈനബിൾ അക്വസിഷൻ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, സോറി. ഓക്കെ, അപ്പോൾ സെബിയുടെ അണ്ടറിൽ നമ്മുടെ കമ്പനീസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, അവിടെ അക്വസിഷൻസ് എങ്ങനെ പ്രോപ്പറായിട്ട് നടക്കും, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ട്രാൻസ്പെറൻസി ഒക്കെ എൻഷുർ ചെയ്യുന്ന ഒരു റെഗുലേഷനാണ് നമ്മളീ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ സേഫ് ഗാർഡ് ചെയ്ത് നമ്മുടെ അക്വയറർ എങ്ങനെ അക്വയർ ചെയ്യുന്നു അതെല്ലാം പ്രോപ്പർ ഗൈഡ് ലൈൻസും അതിൻ്റെ ഇതെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുന്ന ഇതാണ് സബ്സ്റ്റാൻഷ്യൽ അക്വസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ റെഗുലേഷൻസ്. ഓക്കെ, സ്റ്റേക്ക് 25% എക്സീഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്വയറർക്ക് പബ്ലിക് ഓഫർ മേക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അഡീഷണൽ ഷെയർസ് വേണമെന്നുണ്ടെങ്കിൽ വോളണ്ടറിലി ഓപ്പൺ ഓഫർ അക്വയറർക്ക് മേക്ക് ചെയ്യാം. ദെൻ ഇത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യും, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഫെയർ പ്രൈസ് ഓഫർ ചെയ്യും. ദെൻ ഇത് ഗൈഡ് ചെയ്യുന്നത് സെബിയാണ്. പിന്നെ എന്താണ് ഓപ്പൺ ഓഫർ എന്നാണ്. ഓപ്പൺ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഓഫറാണ്, സിമിലർ ടു റൈറ്റ് ഇഷ്യൂ ആണ്. നമ്മുടെ ടാർഗറ്റ് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ഒരു എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണത് അവർക്ക്. ഓക്കെ, ഈ ഓപ്പൺ ഓഫർ വഴി. പിന്നെ സ്റ്റെപ്സ് ഇൻ ഓപ്പൺ ഓഫർ പ്രോസസ്സാണ്. ഫസ്റ്റ് വൺ, ട്രിഗറിങ് ഇവൻറ്റ്. അക്വസിഷൻ ഓഫ് ഷെയർസ് ഓർ control triggers the obligation to make an open offer. Then public announcement. Acquirer must announce the open offer through newspapers and stock exchangeലൂടെയൊക്കെ ഓപ്പൺ ഓഫർ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടാവണം, പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തണം. ദെൻ ഓഫർ ഡോക്യുമെൻറ്റ്, അതിൻ്റെ ഓഫറിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം സെബിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അതിനൊരു ടെൻഡറിങ് പീരീഡ് ഉണ്ടാവും, അതായത് ഷെയർ ഹോൾഡേഴ്സ് ടെൻഡർ ദെയർ ഷെയർസ് ഫോർ സെയിൽ വിതിൻ ദ സ്പെസിഫിക് പീരീഡ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷെയർസിനായിരിക്കും ഈ ഷെയർ ഹോൾഡേഴ്സിന് അക്വയറർ പേ ചെയ്യുക. പിന്നെ ടൈപ്സ് ഓഫ് ഓപ്പൺ ഓഫർ, ഒന്ന് വോളണ്ടറി ഓപ്പൺ ഓഫർ ഉണ്ട്. അഡീഷണൽ ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി ത്രെഷോൾഡ് ക്രോസ് ചെയ്യാതെ തന്നെ നമുക്ക് വോളണ്ടറിലി ഓപ്പൺ ഓഫർ മേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ കണ്ടീഷണൽ ഓഫർ ഉണ്ട്, അതായത് മെയ്ഡ് ബൈ ദ അക്വയറർ ദാറ്റ് ഈസ് കണ്ടീജൻറ്റ് അപ്പോൺ സർട്ടൻ കണ്ടീഷൻസ് ബീങ് മെറ്റ് സച്ച് എസ് അക്വയറിങ് എ മിനിമം നമ്പർ ഓഫ് ഷെയർസ്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാകും ഷെയർസ് അക്വയർ ചെയ്യാനായിട്ട്. അത്തരത്തിലുള്ള ഷെയർ അക്വയർ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് അല്ലെങ്കിൽ ആ ഓഫറിനെ നമ്മൾ കണ്ടീഷണൽ ഓഫർ എന്ന് പറയുന്നത്. പിന്നെ ഈ സബ്സ്റ്റാൻഷ്യൽ അക്വസിഷൻ നടക്കുമ്പോൾ നമ്മുടെ അക്വയറർക്ക്, ടാർഗറ്റ് കമ്പനിക്ക് അല്ലെങ്കിൽ മാനേജർക്കൊക്കെ കുറച്ച് ഒബ്ലിഗേഷൻസ് ഉണ്ട്, അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ്, ഒബ്ലിഗേഷൻ ഓഫ് ദ അക്വയറർ നോക്കാം. പബ്ലിക് അനൗൺസ്മെൻറ്റ് മേക്ക് ചെയ്യണം, ന്യൂസ് പേപ്പേഴ്സിലെ കാര്യങ്ങളിലൊക്കെ ഈ ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് പബ്ലിക് അനൗൺസ്മെൻറ്റ് മേക്ക് ചെയ്യണം. ഒരു ഫെയർ പ്രൈസ്, ഈ സെബിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഒരു ഫെയർ പ്രൈസ് എൻഷുർ ചെയ്യണം. പിന്നെ ഒരു എസ്ക്രോ അക്കൗണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എസ്ക്രോ അക്കൗണ്ടിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഓഫർ ഡോക്യുമെൻ്റ് ഒക്കെ സെബിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ സ്പെസിഫൈഡ് ടൈം ലൈനുള്ളിൽ ഈ അക്വസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് ആരുടെ ഒബ്ലിഗേഷൻസ്, അക്വയറിൻ്റെ ഒബ്ലിഗേഷൻസ്. ദെൻ ഒബ്ലിഗേഷൻസ് ഓഫ് ദ ടാർഗറ്റ് കമ്പനി എന്താണ്, ഓഫറിനെ പറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു റീസെൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്, ഡിസ്ക്ലോസ് ചെയ്യണം. എന്ത്, ഷെയർ ഹോൾഡിംഗ് ഡീറ്റെയിൽസ് ആൻഡ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ് ടു സെബി. കോൺഫ്ലിക്റ്റുകളൊക്കെ, ഡയറക്ടേഴ്സ് മാനേജ്മെൻറ്റ് ഒക്കെ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഒക്കെ എന്താണ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവണം. നെസസറി ഡീറ്റെയിൽസ് ഒക്കെ അക്വയറർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഒബ്ലിഗേഷൻസ് ഓഫ് ദ മാനേജർ ടു ഓപ്പൺ ഓഫർ എന്തൊക്കെയാണ്, സെബി ആയിട്ടുള്ള കാര്യങ്ങൾ, റെഗുലേഷൻസ് ഒക്കെ എന്താണ്, ഇൻകം ഇത് വെരിഫൈ ചെയ്ത് അത് എൻഷുർ ചെയ്തിട്ടിരിക്കണം. പിന്നെ ഓഫർ ഡോക്യുമെൻറ്റ്, അത് പ്രിപ്പയർ ആൻഡ് ഫയൽ ദ ഓഫർ ഡോക്യുമെൻറ്റ് വിത്ത് സെബി. എസ്ക്രോ അക്കൗണ്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടാവണം, എന്താണ് സഫിഷ്യൻ്റ് ആയിട്ട് ഫണ്ടഡ് ആണ് എന്നൊക്കെ എൻഷുർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഫെയർ പ്ലേ, ഒരു അക്വയററും സെബിയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആര്, ഈ മാനേജർ ടു ദ ഓപ്പൺ ഓഫർ. പിന്നെ ഡിസ്ക്ലോഷർ ഓഫ് ഷെയർ ഹോൾഡിംഗ് ആൻഡ് കൺട്രോൾ. Disclosure requirements ensure transparency about the acquired stake in the company and their intention regarding control. ഈ കൺട്രോളുമായിട്ട് റിഗാർഡ് ചെയ്യുന്ന ഇൻറ്റൻഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, കമ്പനിയിലെ അക്വയറിൻ്റെ സ്റ്റേക്ക് എങ്ങനെയാണ് എന്നൊക്കെ ആ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നതാണ് ഈ ഡിസ്ക്ലോഷറിൽ പറയുന്നത്. ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്ക്ലോഷർ ആൻഡ് ടാർഗറ്റ് കമ്പനി ഡിസ്ക്ലോഷർ എന്നിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചൊക്കെ നോക്കുക. ദെൻ സെബിക്ക് കുറച്ച് പവർ ഉണ്ട്. ഓക്കെ, ഈ സബ്സ്റ്റാൻഷ്യൽ അക്വസിഷൻ്റെ കേസിൽ എന്തൊക്കെയാണ്, ട്രാൻസാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഇപ്പോൾ വയലേഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. പെനാൽറ്റീസ് ഒക്കെ ഇമ്പോസ് ചെയ്യുകയാണ്, അക്വയറർക്കോ ടാർഗറ്റ് കമ്പനിക്കൊക്കെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള കഴിവാണ്. എന്തെങ്കിലുമൊക്കെ വയലൻസ് കാണുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടാൽ. ദെൻ ഓഫർ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള എന്താണ് പവർ ഉണ്ട്. ദെൻ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഫർദർ നടത്തണമെങ്കിൽ അതിനുള്ള ഇതുണ്ട്. പിന്നെ ഇൻവെസ്റ്ററിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അവരുടെ ഇൻട്രസ്റ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള പവറും ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 4 ഓഫ്
IEPR പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ ചോദിക്കാം. ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.